എങ്ങനെയുണ്ട് ധ്യാനം? ഇതുവരെ കേട്ട കാര്യങ്ങളിൽ ആരെങ്കിലും വന്നൊന്ന് രണ്ട് വാക്കിലൂടെ നിങ്ങൾക്ക് കിട്ടിയ ഉൾക്കാഴ്ച ഒന്ന് പറയാമോ? ഇതേമാതിരി ഓടി വരണം. ഈ ചേട്ടൻ എപ്പോഴും ഓടി വരണുണ്ടോ? ഗുഡ്. ബ്രദറിൻ്റെ കരുണയെക്കുറിച്ചുള്ള ഇന്നത്തെ ക്ലാസ് നമ്മുടെ ഏവരുടെയും വിശ്വാസത്തിന് വളരെ ആഴം സംഭവിച്ചിരിക്കുകയാണ്. വീണ്ടും നമുക്ക് ബ്രദറിൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കാനായിട്ട് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ പ്രാർത്ഥിക്കണം. നമുക്ക് എല്ലാവർക്കും കർത്താവ് അഭിഷേകം തരാനായിട്ട് കാത്തിരിക്കുകയാണ്. നമ്മൾ കർത്താവിനെ പിടി മുറുക്കി പിടിക്കണം. ഇടയ്ക്കാണ് പിടിച്ചിട്ടുണ്ടെങ്കിൽ പിടി ശരിയാവില്ല. പിടി മുറുക്കി തന്നെ പിടിക്കുക. അപ്പോഴാണ് നമ്മൾ കർത്താവ് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ വീണ്ടും ബ്രദറിൻ്റെ അഭിഷേകം വർദ്ധിപ്പിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥനയോടെ നമുക്ക് തുടരാം. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. അടുത്ത ആളുകളും വരാണെങ്കിൽ നല്ലതാണ്. നേരത്തെ ഇവിടെ സമയം നമുക്ക് ലാഭിക്കാം. പ്ലീസ് കം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് 2 ദിവസമായിട്ട് ഈ ധ്യാനത്തിൽ പങ്കുകൊണ്ടു. അതിനായിട്ട് ദൈവത്തിന് ആദ്യമായിട്ട് നന്ദി പറയുന്നു. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഇന്നലത്തെ ക്ലാസ്സിലൊക്കെ പിടിച്ച കരുണയുടെയും ഫരിസയ മനോഭാവത്തെ പറ്റിയുള്ള ക്ലാസ് എന്നെ കൂടുതലുമായിട്ട് ഹൃദയഭേദം ടച്ച് ചെയ്തതായിരുന്നു. അതുപോലെ അത് കേട്ട് കഴിഞ്ഞപ്പോൾ ക്ലാസ്സിലൂടെ കിട്ടിയ അഭിഷേകവും അതുകൊണ്ട് നന്നായിട്ടൊരു നല്ല കുമ്പസാരം ചെയ്യുവാനും എന്നത്തെയും പോലെ സാധാരണഗതിയിലല്ലാത്ത കുമ്പസാരം നടത്തുവാൻ തക്കവണ്ണം ഇടയാക്കി. ഇന്നത്തെ ക്ലാസ്സിലൂടെ എനിക്ക് കിട്ടിയത് കുർബാന ഏറ്റവും എന്തുമാത്രം ഭയഭക്തിയോടുകൂടെ ആ കുർബാനയിൽ സെലിബ്രേറ്റ് ചെയ്യണം എന്നുള്ള ഒരു ബോധ്യം. ഇത്രയും കാലം കുഞ്ഞുനാളി മുതലേ കുർബാനയെ കൂടുന്നു, സംബന്ധിക്കുന്നു. എന്നിരുന്നാലും ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമാണ് അതിലെ ഓരോ വാക്കുകളും എന്തുമാത്രം ഭയഭക്തിയോടെ, എന്തുമാത്രം ഭീതിജനകമായി, നമുക്ക് അത്രയും കരുണാർദ്ദമായ സ്നേഹം നമുക്ക് തരുന്ന കർത്താവിൻ്റെ അടുക്കലേക്ക് എന്തോരം സ്നേഹത്തോടും എന്തോരം ഭയഭക്തിയോടും കൂടെ വേണം ആ കുർബാനയിൽ പങ്കുകൊള്ളാൻ എന്നുള്ള ഒരു ബോധ്യം എനിക്ക് ഈ ധ്യാനത്തിലൂടെ ലഭിച്ചു. ബ്രദറിനും അതിന് സർവശക്തനായ ദൈവത്തിനും നന്ദി പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ശരിക്കൊന്ന് കൈയടിച്ച് എല്ലാവരും. വെരി ഗുഡ്. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. 45-46 വർഷം ഈ ഭൂമിയെ ജീവിച്ചിട്ട് ആദ്യമായിട്ടാണ് ഒരു സാക്ഷ്യം പറയാനായിട്ട് ഞാനിവിടെ കയറി നിൽക്കുന്നത്. തന്നെയല്ല, ജീവിതത്തിൽ ഇന്ന് വരെയും ഒരു ധ്യാനം ഞാൻ പൂർണ്ണമായി കൂടിയിട്ടില്ല. പോട്ടയിലെയൊക്കെ ധ്യാനങ്ങളൊക്കെ വരുമ്പോൾ എന്നെ അതൊന്നും, ബ്രദർ പറഞ്ഞ പോലെ സോറി, അതിലൊത്തിരി വിശ്വാസമുള്ളവർ ക്ഷമിക്കുക, എന്നെ അതൊന്നും ഒട്ടും തന്നെ ടച്ച് ചെയ്തിട്ടില്ല എന്ന് പറയാം. പിന്നെ പാട്ടിനോടുള്ള ആ സ്നേഹം കൊണ്ട് പാടുമ്പം ആ വരികളിലൂടെ പ്രത്യേകമായൊരു ദൈവിക അനുഭവം തീർച്ചയായും അത് ലഭിക്കാറുണ്ട്. അല്ലാതെ ഒരു ധ്യാനവും ഞാൻ അവസാനം വരെ കൂടിയിട്ടില്ല. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും എന്നെ സ്പർശിച്ചത് റോസമ്മ ചേച്ചി പറഞ്ഞതുപോലെ, ഇവിടെ പലരും പറഞ്ഞതുപോലെ, വിശുദ്ധ കുർബാന, ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ കേന്ദ്രബിന്ദുവായ വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഇത്രയും വ്യക്തമായി പറഞ്ഞു തന്ന ഒരു ധ്യാനവും ഒരുപക്ഷെ ഞാൻ മുഴുവൻ കൂടാഞ്ഞിട്ടായിരിക്കാം ഞാൻ ഇന്നുവരെ കൂടിയിട്ടില്ല. അതുകൊണ്ട് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ കുർബാന കഴിഞ്ഞ് വീട്ടിലേക്ക് പോയ വഴി കൊച്ചിനോട് ഞാൻ പറഞ്ഞു, മോനെ കുർബാന പുസ്തകം എടുത്തുകൊണ്ട് വന്നിട്ട് ഞാനിനി ഒരു 30 മിനിറ്റ്സ് എങ്കിലും എന്നും ഈ കുർബാനയിലെ പ്രാർത്ഥനകളുടെയൊക്കെ അർത്ഥം എന്നാന്ന് നിനക്ക് കുറേശ്ശെ എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാൻ പോവുക. കാരണം നീ വന്ന് ഇവിടെ കുടക്കമ്പി തൂങ്ങി കിടക്കുന്ന പോലെ വെറുതെ ഇവിടെ നിൽക്കും. ഇവിടെ അതവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കുഞ്ഞുങ്ങൾക്ക് ശരിക്കും മലയാള പദത്തിലെത്ത മര വരി എന്നൊക്കെ പറയുന്ന പിള്ളേര് സജീവവും ജീവദായകവും ദൈവികവും ഒക്കെ മനസ്സിലാക്കാൻ അവർക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അവർക്ക് നമ്മളെ കുറ്റം, എന്നാൽ അവർ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടി, മമ്മിക്ക് ഇഷ്ടമല്ല പപ്പായുടെ സ്നേഹത്തിന് വേണ്ടിയിട്ട് അവരവിടെ വന്ന് ആ കുർബാന കൂടാൻ നിൽക്കുന്നത് തന്നെ ഒരു വലിയ അനുഗ്രഹമാണ്.
അപ്പോൾ അന്നേരമാണ് ബ്രദർ പറഞ്ഞത് ഇങ്ങനെ പ്രാർത്ഥനകളെക്കുറിച്ച് പിള്ളേർക്ക് പറഞ്ഞു കൊടുക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പം ആ വിശുദ്ധ കുർബാനയുടെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കാനും അതുപോലെ തന്നെ വേറെ ഒരു കാര്യം ബ്രദർ പറഞ്ഞത്, ഇതിനു മുമ്പ് ഒരു അച്ഛൻ ഏതോ ഒരു ധ്യാനത്തിന് പറഞ്ഞിട്ട് പോയി അടുക്കളയുടെ പിന്നാമ്പുറത്ത് കിടക്കുന്ന ഒരു കീറാമുട്ടിയെക്കുറിച്ച്. അത് ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും കിടക്കും. എൻ്റെ മനസ്സിൽ ഇപ്പോഴും അങ്ങനെ ഒരു പിന്നാമ്പുറത്ത് കിടന്ന ഒരു കീറാമുട്ടിയായ എന്നെ ടച്ച് ചെയ്യാനായിട്ട് ബ്രദറിന്റെ ഈ ക്ലാസ്സിലെ 2 വചനങ്ങൾ സഹായിച്ചെങ്കിൽ അതിൽ വലിയൊരു ദൈവത്തിന്റെ ശക്തി ഉണ്ടെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. കാരണം എനിക്കിന്ന് ജോലിയുള്ള ആളാണ്. ഞാനിന്ന് പോകാൻ വേണ്ടി എനിക്ക് പോകേണ്ടതാണ്. ഇനി ഞാൻ വിചാരിച്ചില്ല. എൻ്റെ മക്കൾ വന്നു, പക്ഷെ അവർ നിന്നില്ല. ഞങ്ങൾക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു പോയി. അപ്പം ഞാൻ വിചാരിച്ചു ഓരോ ഞായറാഴ്ച ഇവിടെ ദേവാലയത്തിൽ കുർബാന അർപ്പിക്കാൻ വരുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ എൻ്റെ ജീവിതത്തിൽ ഒരു ഞായറാഴ്ച കൂടി ഒരു ബലി കൂടി അർപ്പിക്കാനായിട്ട് ദൈവമേ എനിക്ക് സാധിച്ചല്ലോ. ഈ നിമിഷങ്ങൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങൾ കുർബാന കിടക്കുമ്പോൾ ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നിമിഷങ്ങളാണല്ലോ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരു ബലി കൂടി അർപ്പിക്കാൻ. പക്ഷെ അതിലൊക്കെ ഉപരിയായി കുർബാനയിൽ അന്നാ പെസഹ തിരുനാളിൽ കർത്താവ് അരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോടെ ഈ ബലി അർപ്പിക്കാം എന്ന് പറഞ്ഞു തുടങ്ങുന്ന ആ കുർബാന അവസാനം വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി, ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി, നിന്നിൽ നിന്ന് ഞങ്ങൾ സ്വീകരിച്ച ദിവ്യദാനം കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ എന്ന് പറയുന്ന ആ പ്രാർത്ഥന വരെയുള്ള ഒരു വലിയ ഒരു സംഭവം അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഇത്രമാത്രം അർത്ഥവും വ്യാപ്തിയും ഉണ്ടെന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്ന ഈ ബ്രദർ പോൾ തോമസിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഇനിയും ഇതുപോലെയുള്ള അനേകായിരം കിറാമുട്ടികളെ കീറിമുറിക്കാൻ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് ശക്തി കൊടുക്കട്ടെ. അദ്ദേഹത്തിന് അതിനുള്ള ആയുസ്സും ആരോഗ്യവും ദീർഘായുസ്സും എല്ലാം തമ്പുരാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. Please come. പ്രൈസ് ദി ലോർഡ്. ഞാനിവിടെ സാക്ഷ്യം പറയുന്നത് ഒട്ടും വിചാരിച്ചിരുന്നില്ല. ഉച്ച സമയത്ത് ലഞ്ചിൻ്റെ സമയത്ത് ബ്രദർ പറഞ്ഞു, പേടിക്കേണ്ട, ധൈര്യമായിട്ട് കയറി വരൂ, വചനമൊക്കെ പരിശുദ്ധാത്മാവ് തന്നോളും. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വാക്കുകൾ ചിലപ്പോൾ വരില്ല എന്ന് പറഞ്ഞപ്പോൾ ബ്രദർ പറഞ്ഞു അതൊക്കെ തന്നെ വന്നോളും, അല്ലെങ്കിൽ ഞാൻ സഹായിക്കാം. ആ ധൈര്യത്തിന്മേലാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ വെള്ളിയാഴ്ച തൊട്ട് നമ്മൾ ധ്യാനം തുടങ്ങി. വെള്ളിയാഴ്ച തൊട്ട് പോപ്പ് ഫ്രാൻസിസ് പലപ്പോഴും കാരുണ്യത്തെ പറ്റി ഒത്തിരി പറയുമെങ്കിലും അതൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ഞാനിതിനൊക്കെ യോഗ്യതയാണോ എന്ന് എപ്പോഴും ഞാൻ ചിന്തിച്ച് നടക്കാറ്. മറ്റുള്ളവരൊരു പ്രാവശ്യം കുറ്റം പറയുമ്പോൾ ഞാൻ ചിന്തിക്കും എൻ്റെ കാരുണ്യം അവിടെ നിന്നു, ഇനി എനിക്ക് കിട്ടില്ല. ഇതാണ് ഞാൻ പലപ്പോഴും ചിന്തിച്ചിരുന്നത്. അല്ലെങ്കിൽ എനിക്ക് കർത്താവിൻ്റെ കൃപ കിട്ടില്ല. പക്ഷെ കർത്താവ് എത്ര സൗജന്യമായിട്ടാണ് അത് നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് എനിക്കിന്ന് ഈ 3 ദിവസങ്ങളിലൂടെ കടന്നു പോയപ്പോൾ എനിക്ക് മനസ്സിലായി. ആ ഗർഭസ്ഥ ശിശുവിൻ്റെ തന്നെ ഉപമ ബ്രദർ പറഞ്ഞു വെള്ളിയാഴ്ച പറഞ്ഞെന്നൊന്ന് ഓർത്ത് നോക്കിയേ. റഹാമിങ്. ഇപ്പോഴും ഞാൻ ആ വേർഡ് പഠിച്ചിട്ടില്ല, എങ്കിലും റഹാമിങ് എന്ന വേർഡ് അതെന്നെ ഒത്തിരി അന്ന് രാത്രി ഞാൻ ഉറക്കത്തിൽ കിടന്നപ്പോഴും അത് ചിന്തിക്കുകയായിരുന്നു. ഒരു ഗർഭസ്ഥ ശിശു വളരുമ്പോൾ ആ കുട്ടിക്ക് കിട്ടുന്ന രക്തവും ആ കുട്ടിക്ക് കിട്ടുന്ന പോഷണവും ഒന്നും നമ്മൾ ആരും അമ്മമാർ പോലും ചിന്തിക്കുന്നില്ല അതിനെപ്പറ്റി. അല്ലെങ്കിൽ ആ കുട്ടി വിചാരിച്ചിട്ടാണ് ആ കുട്ടിക്ക് കിട്ടുന്നത്, ഒരിക്കലുമല്ല. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു കർത്താവ് ഇതൊക്കെ നടക്കുന്നത് നമ്മളെല്ലാവരും നമ്മൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോയതാണ്. എങ്കിലും നമ്മളാരും ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടില്ല. അപ്പോൾ ഈ കുട്ടി തന്നെ നമ്മൾ ഈ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് എല്ലാവർക്കും അറിയാം ഈ കുട്ടി കരയുന്നത് പുറത്തേക്ക് വരുമ്പോഴാണെന്ന്. ഈ കുട്ടി കരയുന്നത് ആദ്യത്തെ ഇനീഷ്യേറ്റീവ് എടുക്കുന്നത് പുറത്ത് വരുന്നതാണ്. പക്ഷെ ഈ 9 മാസം കർത്താവ് ആ കുഞ്ഞിനെ എത്രമാത്രം പരിപാലിക്കുന്നു, ആ കരുണ എങ്ങനെ ഒഴുകുന്നു നമ്മൾ ആരും ചിന്തിക്കുന്നില്ല. അതുപോലെ കരുണ നമ്മളിലൂടെ ഓരോ ദിവസം ഒഴുകിക്കൊണ്ടിരിക്കുന്നത് ഞാൻ അന്ന് അനുഭവിച്ചറിഞ്ഞു. കർത്താവിൻ്റെ സ്നേഹം. നമ്മളെല്ലാവരും വളർന്നു വന്നത് തെറ്റ് ചെയ്താൽ നിന്റെ കാര്യം പോയി, നീ നരകത്തില്ല. ഞാൻ എൻ്റെ മക്കളെ വരെ അതാ പഠിപ്പിച്ചുകൊണ്ടിരിക്കണത്. ഈ കഴിഞ്ഞ ദിവസം വരെ ഞാൻ പറഞ്ഞു മകളെ നീ ആ തെറ്റ് ചെയ്താൽ നീ നരകത്തിൽ പോവുള്ളൂ. പക്ഷേ
പിന്നത്തെ ശനിയാഴ്ച ക്ലാസ്സുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. ശനിയാഴ്ച ക്ലാസ്സുകളിൽ കുമ്പസാരത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചത് ഞാൻ വലിയൊരു വിശ്വാസിയാണെന്ന്. പക്ഷെ എനിക്ക് മനസ്സിലായ എൻ്റെ വിശ്വാസരാഹിത്യം. എല്ലാ കാര്യങ്ങളിലും നമ്മൾ പതർന്നു. ഇവിടെ ഒരു സാക്ഷ്യം പറയാൻ പോലും നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല. അതുകൊണ്ടല്ലേ ഞാൻ ബ്രദറിനോട് സുല്ലിട്ട് തന്നത്. പക്ഷേ ഇപ്പം ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ അറിയാതാണ് എൻ്റെ വായിൽ വചനം വരുന്നതും എന്നിൽ എൻ്റെ വായ തുറപ്പിക്കുന്നതും കർത്താവാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാം. ആരും പേടിക്കണ്ട. ഇവിടെ വന്ന് നിന്നാൽ തന്നെ വന്നോളത്. ധൈര്യമായിട്ട് പോകുന്നേക്ക്, ആരും പേടിക്കണ്ട. അത് കഴിഞ്ഞ് ഞാൻ ഈ ലണ്ടൻ സീസൺ തുടങ്ങിയപ്പോൾ ബൈബിൾ വായിക്കാൻ തുടങ്ങി. ഇതേവരെ ഞാൻ ബൈബിൾ തൊട്ട് തുടങ്ങിയിട്ടില്ല. ഓരോ ചാപ്റ്ററും ഞാൻ വായിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ബ്രദർ അതിനെപ്പറ്റി കൈറോസും ഞാൻ ആ ഒരു ലക്ഷ്യം വിട്ടിപ്പോൾ വായിക്കാൻ തുടങ്ങിയപ്പം എനിക്ക് കൂടുതൽ മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങൾ. കുമ്പസാരത്തിൽ എനിക്ക് മനസ്സിലായി ഞാൻ പറയാത്ത ഏറ്റവും വലിയ തെറ്റ് എൻ്റെ വിശ്വാസക്കുറവാണെന്ന്. ആ വിശ്വാസവും കുറവും മനസ്സിലായി. അതുപോലെ കുർബാന ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്തത് എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ. ഒരു 3D മൂവി കണ്ടതിൻ്റെ ശരിക്കും പഴയ നിയമവും പുതിയ നിയമവും രണ്ടും കോർത്തിണക്കി ഇത്രയും മനോഹാരിതയോടുകൂടി ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല. അത് രണ്ടും ഞാൻ എൻ്റെ മനസ്സിലൂടെ സങ്കല്പിച്ചപ്പോൾ ഞാൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ഞാൻ ശരിക്കും കോരി ധരിച്ചു പോയി. സത്യത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ആ ഒരു അനുഭവം വന്ന് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഷൈനിയുടെ സാക്ഷ്യത്തിൽ നിന്ന് എനിക്കത് മനസ്സിലായി. അതുപോലെ നിങ്ങൾ ഓരോരുത്തരും പറയുന്ന സാക്ഷ്യത്തിലൂടെ എനിക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇതുപോലൊരു ധ്യാനം നമുക്ക് വന്നെങ്കിലും പിയോ പറഞ്ഞ പോലെ ട്രഡീഷണലായിട്ട് നമ്മൾ കുറേ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഡീപ്പായിട്ട് ചിന്തിപ്പിച്ച് മോളി ചേച്ചി പറഞ്ഞ പോലെ ഞാനും ബ്രദറിൻ്റെ വചന ശുശ്രൂഷ വരുമ്പോൾ മാറ്റിക്കളയുന്നൊരു വ്യക്തിയായിരുന്നു ശാലോം ചാനലിൽ. ഇനി അതുണ്ടാവില്ല എന്നുള്ള പ്രതീക്ഷയോടെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ദൈവം എന്നെ നമ്മളെല്ലാവരെയും ശക്തമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും കൂടുതൽ സാക്ഷ്യങ്ങൾ കേൾക്കാൻ കാത്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അല്ല, ഇവിടെ തുടങ്ങുന്നു. Yes, next please. ചേച്ചിമാരാണ് അധികം വന്നത്. ചേട്ടന്മാരൊക്കെ ഒന്ന് വന്ന് നോക്കിയേ. മൈക്ക് നേരത്തെ തന്നെ പൊക്കി വയ്ക്കാണ്. രണ്ടുപേരും കൂടി വായോ. ഇങ്ങനെ ഇത് കേൾക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ഒരു പ്രചോദനം കിട്ടുന്നത്. ദൈവത്തിന് സ്തുതി. തീർച്ചയായും 2 കാലി കുടങ്ങളുമായിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. പക്ഷേ ഇന്ന് 2 കുടങ്ങളും നിറച്ച് അമൃതമായിട്ട് പോകുന്നൊരു പ്രതീതിയാണ്. തിരിച്ചു പോകുമ്പോൾ ഒരു കുടം നിറച്ച് തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ഇന്നത്തെ ഹോമിലി തീർച്ചയായും ഒരു അമൃത തന്നെയായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ശരിക്കും പറഞ്ഞാൽ ഇതുവരെയുള്ള ജീവിതത്തിൽ 2 ചോദ്യങ്ങൾ അല്ലെങ്കിൽ 2 കാര്യങ്ങൾ അതിൽ എനിക്ക് മനസ്സിലായിട്ടില്ല, ഞാൻ ചിന്തിച്ചിട്ടില്ല. അത് രണ്ടും ഇന്ന് എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു. ഒന്ന്, ഹോസാന, ദാവീദിൻ സുതന് ഹോസാന, ദാവീദിൻ സുതനെ ഹോസാന എന്നിങ്ങനെ 2 ഞാൻ പാടിക്കേട്ടിട്ടുണ്ട്. ചിലർ ദാവീദിൻ സുതനെന്ന് പറയും, അപ്പം ചിലർ ദാവീദിൻ സുതനെ എന്ന് പറയും. ഇതിൽ ഏതാണ് ശരിയെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. കാരണം ഹോസാന എന്ന വാക്കിൻ്റെ അർത്ഥം എനിക്കറിയത്തില്ലായിരുന്നു. പക്ഷെ ഇന്ന് അച്ഛൻ പറഞ്ഞു തന്നു സേവേഴ്സ്. അന്നേരം ചിന്തിച്ചപ്പോൾ അത് ശരിയാണ്. അറബി അറിയാവുന്നവർക്കറിയാം ഹോസ അന, പ്രൊട്ടക്ട് മീ. ആ വാക്കുകൾ വളരെ വ്യക്തമാക്കി കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഹോസാന ദാവീദിൻ സുതനും അല്ല, സുതനെ എന്നായിരിക്കണം. കാരണം പ്രൊട്ടക്ട് മീ ഗോഡ്, പ്രൊട്ടക്ട് മീ ലോഡ്. അടുത്തത് അച്ഛൻ്റെ നിന്ന് കിട്ടിയത് യേശുവിൻ്റെ ക്രൂശിൽ പിലാത്തോസ് എഴുതിയ വാചകം, യഹൂദന്മാരുടെ രാജാവ്. ഞാൻ വിചാരിച്ചിരുന്നത് യേശുവിനെ കുറ്റമില്ലാത്തവനെ വിധിച്ചതിലുള്ള ഒരു വിമിഷ്ടം കൊണ്ട് ആ യേശുവിനെ അംഗീകരിച്ചുകൊണ്ട് എഴുതിയതാണ് യഹൂദന്മാരുടെ രാജാവ് എന്നുള്ള പദം. ഞാൻ അങ്ങനെ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇന്ന് അച്ഛനാണ് പറഞ്ഞു തന്നത് അത് യഹൂദരെ കളിയാക്കിക്കൊണ്ട് നിന്റെ രാജാവ് തൻ്റെ കുരിശേ കിടക്കുന്നു എന്ന് അവരെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞതാണ്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ
ആ രാജാവ് ഇന്ന് നീണാൾ ഇറ്റേണലായിട്ട് വാഴുന്ന രാജാവിനെ ആ പിലാത്തോസ് അറിയാതെ തന്നെ അതിനെ എൻഡോഴ്സ് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രമല്ല, തീർച്ചയായിട്ടും അച്ഛൻ്റെ ഹോമിലെ അങ്ങേയറ്റം ഹൃദ്യമായിരുന്നു ആ ഒരു കുടം നിറച്ചതെന്നും. രണ്ടാമത്തെ കുടം തീർച്ചയായിട്ടും നിറച്ചത് അമൃതു ഏറ്റവും മനോഹരമായ ഈ 3 ദിവസത്തെ ധ്യാനം നമുക്ക് നൽകിയ ബ്രദർ തോമസ് പോൾ. ഞാനിതിൽ പറഞ്ഞായിരുന്നു തോമസ് പോളിൻ്റെ ധ്യാനത്തിലേക്ക് എങ്ങനെ വന്നു, എന്തുകൊണ്ട് വന്നു, അത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചായിരുന്നു. സാധാരണ ഇവിടെ പലരും പറഞ്ഞ പോലെ തന്നെ ഞാനും വലിയ ധ്യാനം കൂടുതലുകാരനല്ല. സത്യത്തിൽ ആദ്യമായിട്ടാണ് ഇരുന്ന് 3-ാമത്തെ ദിവസം ധ്യാനം കൂടുന്നത്. ഇതിനു മുമ്പ് ഇതുപോലെ ഒരു സംഭവിച്ചിട്ടില്ല. എന്തോ ആയിക്കോട്ടെ, ഈ ധ്യാനം വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാട് ഇവിടെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എനിക്കും കിട്ടി. കാരണം സാധാരണ പറയുമ്പോൾ ഗ്ലോറി, ദൈവത്തിനെ മഹത്വപ്പെടുത്തുക, ഒത്തിരി കുറ്റം വിധിക്കുക, നമ്മുടെ പാവങ്ങളെ പറ്റി അങ്ങനെ നമ്മളെ അങ്ങോട്ട് ചവിട്ടിത്താക്കുക, ഇങ്ങനെയുള്ള പല രീതിയിലുള്ള ധ്യാന പ്രഭാഷണങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മളിൽ ദൈവത്തിൻ്റെ കാരുണ്യം, അല്ലെ പഴയ നിയമത്തിലെ കാർക്കശ്യക്കാരനായ ദൈവത്തിനെ മാറ്റി നിർത്തി യേശു വന്നിട്ട് പോലും, യേശു നമ്മളെ ദൈവത്തിൻ്റെ സ്നേഹം കാണിച്ചു തന്നിട്ട് പോലും ഒരുപക്ഷെ സഭയിൽ പലപ്പോഴും ആ യേശു കാണിച്ചു തന്ന കരുണാമയനായ ദൈവത്തിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റിയിട്ടില്ല. പലപ്പോഴും വീണ്ടും വരുന്നത് കാർക്കശ്യക്കാരനായ ഒരു ദൈവത്തിൻ്റെ മുഖമാണ് സഭയിലൂടെ നമുക്ക് പലപ്പോഴും കിട്ടിക്കൊണ്ടിരുന്നത്. ഒരുപക്ഷെ പരിശുദ്ധാത്മാവ് ഇപ്പോൾ ആ ഒരു ചിന്താഗതിയും രീതിയും മാറണമെന്ന് വീണ്ടും ആവശ്യപ്പെടുന്നുണ്ടായിരിക്കാം. കാരണം നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ, എൻ്റെ ചെറുപ്പത്തിൽ തീർച്ചയായിട്ടും മാതാപിതാക്കൾക്ക് പേടിയല്ലാതെ വേറൊന്നും അറിയത്തില്ലായിരുന്നു. പേടിച്ച് മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. പക്ഷെ അതൊരു സ്നേഹം അവിടെ പലപ്പോഴും ഉരുക്കൊള്ളുന്നത് വളരെ വൈകിയ മാതാപിതാക്കന്മാരുടെ സ്നേഹം വരുന്നത് പിന്നീട് ഒരുപക്ഷെ അവർ പോയി കഴിഞ്ഞിട്ടായിരിക്കാം. അപ്പോൾ ഇന്നത്തെ കുട്ടികളോട് ആ പേടി പിരികൊണ്ട് നടക്കത്തില്ലെന്ന് എല്ലാവർക്കും അറിയാം. കുട്ടികളെല്ലാവർക്കും അറിയാം, മോനെ സ്നേഹത്തിൽ പറഞ്ഞാൽ വല്ലതും നടക്കും, പേടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറയും, ദാറ്റ്സ് ഇറ്റ്. അപ്പം ഒരുപക്ഷെ പരിശുദ്ധാത്മാവും ഒരു പുതിയ കാൽവയ്പായി ഇന്നത്തെ സമൂഹത്തിനും ഇന്നത്തെ ലോകത്തിനും സ്നേഹത്തോടുകൂടി പ്രവർത്തിക്കാനും സ്നേഹത്തോടുകൂടി സമീപിക്കാനും ദൈവത്തിൻ്റെ ആ പ്രത്യേക കരുണ നമ്മളെ മനസ്സിലാക്കി തരാനും ബ്രദറിനെ ഒരു പുതിയ പാതയിലൂടെ നയിക്കുന്നതായിട്ട് എനിക്ക് ബോധ്യപ്പെട്ടു. അത് ഒരു പക്ഷേ ബ്രദർ പറഞ്ഞ പോലെ തന്നെ ഒരു കോൺട്രവേഴ്സിയോ അല്ലെങ്കിൽ ഒരു ചലഞ്ചസോ ഒക്കെ ആയിട്ട് കുറേ പേരെങ്കിലും കണ്ടെന്നിരിക്കാം. എന്നിരുന്നാലും ബ്രദറിൻ്റെ ഈ ഒരു പുതിയ കാൽവയ്പ് അത് കൂടുതൽ ആളുകളിലേക്ക് പകരും. അത് തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ആ സ്നേഹം മനസ്സിലാക്കും. സ്നേഹം മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ വെറുക്കാൻ നമുക്ക് ആർക്കും സാധിക്കത്തില്ല. എന്നെ സ്നേഹിക്കുന്ന ഒരാളെ ഞാൻ എങ്ങനെ വെറുക്കും? അതൊരു സ്വാഭാവികം മാനുഷികമായിട്ടുള്ള കാര്യമാണ്. അപ്പം ദൈവം സ്നേഹിക്കുന്നു, യേശു സ്നേഹിക്കുന്നു. ആ സ്നേഹം നമ്മളിൽ വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ യേശുവിനെ പറ്റി മറിച്ചൊരു ചിന്തയുടെ ആവശ്യമില്ല, ഒരു ഫീലിയുടെ ആവശ്യമില്ല. ആ ഒരു വെളിപാടാണ് ഈ ബ്രദറിലൂടെ നമുക്ക് കിട്ടിയത്. തീർച്ചയായിട്ടും മുൻപോട്ട് ഇനിയുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ ആളുകൾക്ക് ഈ യേശുവിനെയും നമ്മുടെ ദൈവത്തെയും സ്നേഹിക്കാനും മനസ്സിലാക്കാനും കൂടുതലായി സാധിക്കും. അതിനുള്ള ആരോഗ്യവും അതിനുള്ള കഴിവും തീർച്ചയായും ദൈവം കൂടുതലാൾ പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ കൂടുതലായി നൽകി അനേകായിരങ്ങൾക്ക് ആശ്വാസം പകരട്ടെ എന്ന് ഞാൻ തീർച്ചയായിട്ടും അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. സാധിക്കുമെങ്കിൽ ഹൂസ്റ്റണിൽ കൂടെ വരണം. തീർച്ചയായിട്ടും ബ്രദറിന് ഹൃദ്യമായ ഒരു സ്വാഗതത്തോടുകൂടി ഞങ്ങൾ അവിടെ അറേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ടുള്ള പരിശുദ്ധാത്മാവിനെ പ്രാർത്ഥിക്കാം. ഒരു അവസരം കിട്ടുമെന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെ ഞങ്ങളെ സ്നേഹപൂർവ്വം സ്വീകരിച്ച എല്ലാവർക്കും വ്യക്തിപരമായിട്ട് ഇവിടെ രണ്ടൊന്ന് ഫാമിലിയോട് ഞാൻ പേര് പറയുന്നില്ല, ഇവരോടെല്ലാം അങ്ങേയറ്റ സ്നേഹത്തോടുകൂടി ഇവിടെ വരാൻ അവസരം കിട്ടിയ ദൈവത്തിന് നന്ദി. എല്ലാവർക്കും നന്ദി. താങ്ക് യു. ഇനിയും ആരോ വരാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. somebody else? Come. So my own brother. പ്രൈസ് ദി ലോർഡ്. എനിക്ക് മൈക്കിന് മുമ്പിലിരിക്കാൻ നിൽക്കാൻ ചെറിയ പേടിയൊക്കെ ഉണ്ട്. എന്നാലും ഇങ്ങനെ ഒക്ലഹോമയിൽ വരാനും ഇങ്ങനെ ഈ പള്ളിയിൽ ഒരു കുർബാന അർപ്പിക്കാനും ഒക്കെ ഒരു ചാൻസ് തന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫ്രാൻസിസ് നമ്പ്യാർപറമ്പിലെ അച്ഛനാണ്. ഞാൻ അച്ഛൻ ഈ ധ്യാനത്തിന് അനുമതി തന്നതിന് പ്രത്യേകം നന്ദി. പിന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു ചെറിയ കാര്യങ്ങൾ പറയുന്നു. കാരണം ഈ കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഞാൻ ഗാർലാൻഡ് പള്ളിയിൽ ഇപ്പോൾ ആദ്യമായിട്ട് ഞാൻ വിരിവലിക്കാനായിട്ട് വേണ്ടി മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്നതാണ്.
കാരണം അന്ന് വിരിയുണ്ട്, വിരി വലിച്ച് കെട്ടാനായിട്ട് ഒത്തിരി പഴയ പള്ളിയിൽ ഒത്തിരി ഇതുണ്ട്, ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ച് എന്നും വിരിവലിക്കാൻ ആളില്ലെങ്കിൽ അതൊരു മോശമല്ല. അപ്പോൾ വിരിവലിക്കാൻ വേണ്ടി എല്ലാ ദിവസവും അങ്ങനെ കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞ് അവിടെ നിന്ന് വിരിവലിക്കുന്ന ആൾട്ടർ സർവേയറായിട്ട് പിന്നെ അങ്ങനെ മാറി. അത് കഴിഞ്ഞു പിന്നെ ലിറ്റർജി കോർഡിനേറ്ററായി. അത് കഴിഞ്ഞ് പിന്നെ യൂക്കരിസ്റ്റ് മിനിസ്റ്ററായി. കഴിഞ്ഞ 20 വർഷമായിട്ട് ഞാൻ അവിടെ കുർബാനയ്ക്ക് കൊടുക്കുന്നുണ്ട്. കഴിഞ്ഞ 20 വർഷമായിട്ട് കാരണം ഒരച്ഛൻ മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ കുർബാനയ്ക്ക് കൊടുത്താൽ ഒത്തിരി ആൾക്കാരുണ്ടല്ലോ. ആദ്യമായിട്ട് 3/4 മണിക്കൂർ 1 മണിക്കൂറൊക്കെ നിന്ന് ലൈനിൽ നിന്ന് കുർബാനയ്ക്ക് കൊടുത്തിട്ടുണ്ട് ആ പള്ളിയുടെ ആദ്യമായിട്ടുള്ള ഘട്ടങ്ങളിൽ. അത് കഴിഞ്ഞിട്ടാണ് കോപ്പൽപ്പള്ളിയും കനായപ്പള്ളിയൊക്കെ മാറി ഉണ്ടായത്. 45 മിനിറ്റ് നീണ്ട ക്യൂവിൽ നിന്ന് കുർബാനയ്ക്ക് ഈ കുർബാന സ്വീകരണത്തിന് കുർബാന കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും കഴിഞ്ഞ 20 വർഷമായിട്ട് ഇങ്ങനെ കുർബാനയ്ക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ ഈ കരുണയുടെ വർഷമായിട്ട് 1-2 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കരുണയുടെ വർഷത്തിൽ ഒരു നല്ലൊരു എക്സാമ്പിളാണ് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീ. അതായത് യേശു ആദ്യമായിട്ട് വ്യഭിചാരത്തിൽ അവളെ കല്ലെറിയട്ടെന്ന് പറഞ്ഞപ്പോൾ അതാ ഗവനിക്കുന്നില്ല യേശു കുനിഞ്ഞ് നിലത്ത് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവർ വീണ്ടും ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പിന്നെയും പറഞ്ഞു, നിങ്ങളിൽ പാപമില്ലാത്തവർ കല്ലെറിയട്ടെ, നിങ്ങളിൽ പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ. അപ്പോൾ ആദ്യമായിട്ട് ഒരു കൊലപാതകത്തിൽ നിന്ന് അവരെ രക്ഷിക്കുകയാണ്. ഒരു കൊലപാതകത്തിൽ നിന്ന് ആ സമൂഹത്തെ യേശു ആദ്യമായിട്ട് രക്ഷിക്കുകയാണ്. കാരണം കല്ലെറിഞ്ഞ് കൊല്ലാനാണ് അവരുടെ ഉദ്ദേശം. അപ്പോൾ ഒരു കൊലപാതകത്തിൽ നിന്ന് ആദ്യം അവരെ രക്ഷിക്കുന്നു. രണ്ടാമത് സ്ത്രീയോട് പറയുന്നു, പാപമില്ലാത്തവർ കല്ലെറിയട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആരും നിന്നെ വിധിച്ചില്ലേ? ഇല്ല കർത്താവേ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ യേശു ആ സ്ത്രീയുടെ കഴിഞ്ഞ കാലങ്ങൾ ഒന്നും ചോദിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളെക്കുറിച്ച് യാതൊരുവിധ ചോദ്യമോട് ഉന്നയിക്കുന്നില്ല. ഒറ്റ വാക്കേ പറഞ്ഞോളൂ, ഞാനും നിന്നെ വിധിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ കുർബാനയ്ക്ക് വരുമ്പോൾ നമ്മുടെ കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ഓർക്കേണ്ട ആവശ്യമില്ല. കഴിഞ്ഞ കാലങ്ങളെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. എന്തൊക്കെ സംഭവം ഉണ്ടെങ്കിലും. അതുപോലെ തന്നെ കുർബാനയുടെ ഇങ്ങനെ നമ്മുടെ വീർപ്പുമുട്ടലെല്ലാം പറഞ്ഞ് യേശുവിനെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല. എല്ലാം ഒരു വാക്കിൽ പറഞ്ഞാൽ മതി. എൻ്റെ പ്രശ്നങ്ങളൊക്കെ യേശുവിന് അറിയാം. നമ്മൾ അത് വേണം ഇത് വേണമെന്ന് പറഞ്ഞ് ഒന്നും പറയണ്ട. യേശുവിന് നന്ദി പറഞ്ഞ് ബലിയർപ്പിക്കുക. അതായത് ഗാഗുൽത്തായിൽ യേശുവിൻ്റെ അമ്മയുണ്ടായിരുന്നു. ഗാഗുൽത്തായിൽ യേശുവിൻ്റെ അമ്മയോട് ചേർന്ന്, അതുപോലെ തന്നെ അൾത്താരയിൽ ചേർന്ന് നിന്ന് ഈ പീഠാനുഭവ ചരിത്രത്തെ പറ്റി ഓർത്ത് ആ യേശുവിൻ്റെ നൊമ്പരങ്ങൾ, ലാസ്റ്റ് സപ്പറിൽ യേശുവിൻ്റെ നൊമ്പരങ്ങളൊന്ന് ആലോചിച്ചിട്ട് ആ നൊമ്പരങ്ങൾ യൂദാസ് ഒറ്റിക്കൊടുക്കാനിരിക്കുന്നതും പിതാവ് തന്നെ ഉപേക്ഷിക്കാനിരിക്കുന്ന എല്ലാം യേശു മനസ്സിൽ കാണുന്നുണ്ട്. ആ അവസാനത്തെ ആഴത്തിൽ ആ നൊമ്പരങ്ങൾ ചിന്തിച്ച് കുർബാന അർപ്പിക്കണം. അതുമാത്രമല്ല, പിന്നെ ഒരു കാര്യം കൂടി, ഇവിടെ ഈ കുർബാന കാണാൻ വരുമ്പോൾ ഞായറാഴ്ച ശാബത്താണല്ലോ. എല്ലാവരും വന്ന് ഈ മണവാട്ടിയും മണവാളിനെ പോലെ വരണം. കാരണം ആദ്യമായിട്ട് മണവാട്ടി എന്ന് പറഞ്ഞാൽ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ നമ്മുടെ യേശുവിൻ്റെ സമ്മാനമാണ്. അപ്പോൾ ആ ഓരോ ഞായറാഴ്ചയും നല്ല ഡ്രസ്സിട്ട് ഏറ്റവും അന്ന് മണവാട്ടിയും മണവാളനായിട്ട് കല്യാണത്തിന് പോലെ വന്ന് അതേ രീതിയിൽ തന്നെ വരണം. ഓരോ കുർബാന കഴിയുമ്പോൾ അടുത്ത കുർബാനയ്ക്ക് വേണ്ട ഒരുക്കങ്ങൾ ചെയ്ത് അങ്ങനെ ആകർഷിച്ച് വരണം. ഒരു കുർബാന കഴിയുമ്പോൾ ഏറ്റവും നല്ല ഡ്രസ്സിട്ട് ഭാര്യയോട് പറയണം ഏറ്റവും നല്ല സാരി കൊടുക്കണം, ഭർത്താവിനോട് പറയണം ഏറ്റവും നല്ല ഷർട്ട് ഇടണം. അങ്ങനെ ആ ശാബത്ത് ദിവസം ഏറ്റവും ആഘോഷ രീതിയിൽ ആഘോഷിക്കണം. ഒരു കുർബാന ഇന്ന് ഞായറാഴ്ച, ഇന്നത്തെ കുർബാന കഴിഞ്ഞാൽ അടുത്ത കുർബാനയ്ക്ക് വേണ്ടി ഒരുക്കണം. ഒരുങ്ങി തയ്യാറായി വരണം. മോശയോട് പുറപ്പാട് ദൈവം പറഞ്ഞു, നീ ഒരുങ്ങി തയ്യാറായി വരിക. അതുപോലെ ഒരുങ്ങി തയ്യാറായി നല്ല ഡ്രസ്സിട്ട്, ഏറ്റവും നല്ല ഡ്രസ്സിട്ട് കുർബാനയിൽ പങ്കെടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. നന്ദി. എനിക്ക് നല്ല പേടിയൊക്കെ ഉണ്ട്. എന്നാലും യാഹ്വേ എന്നെ ഉന്തിത്തള്ളി ഇങ്ങോട്ട് വിറ്റിരിക്കുകയാണ്. കഴിഞ്ഞ 2 ദിവസത്തെ ധ്യാനം കൂടാൻ സാധിച്ചില്ല. കാരണം എൻ്റെ മകളുണ്ടായിക്കഴിഞ്ഞ് പിന്നെ എനിക്കധികം ധ്യാനം കൂടാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ഇന്നത്തെ ധ്യാനത്തിൽ കുർബാനയെ പറ്റി പറഞ്ഞത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ധൂപക്കുറ്റിയെ കുറിച്ച് പറഞ്ഞത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പക്ഷേ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത്രയും സ്പിരിറ്റ് ഉണ്ടായ സ്ഥിതിക്ക്, ക്രിസ്റ്റീൻ എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട്, ജീസസ് യൂത്ത് ഉണ്ട്. വൈ കനോട്ട് വി മേക്ക് എ സംഘടന ഫോർ യാഹ്വേ അഡൽട്ട്? വൈ കനോട്ട് വി ഡു ദാറ്റ്?
എന്നെ വളരെ പ്രഗത്ഭരായ മിടുക്കരായ ഒത്തിരി ആൾക്കാർ, അച്ഛൻ ഉൾപ്പെടെ ഇത്രയും പേര് ഇവിടെയുണ്ട്. നിങ്ങൾ എല്ലാം കൂടെ സംഘടിച്ചാൽ നമുക്ക് ആ സംഘടന തുടങ്ങാൻ സാധിക്കും. ഞാൻ കുറേ നാളായി അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എനിക്ക് മറുതലിക്കണമെന്ന് തോന്നി. പക്ഷേ യാഹ്വേ എപ്പോഴും നയിക്കുന്നു. പുള്ളി പറയുന്നത്, തങ്കമേ പുനരപ്പിണങ്ങല്ലേ, നിന്നെ എനിക്കങ്ങ് വിട്ടതാ, ഞാൻ പറയുന്നത് ചെയ്യും നീയെ. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്രയും സ്പിരിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടൊരു സംഘടന തുടങ്ങിക്കൂടാ? ഇനി അങ്ങനെ ഒരു സംഘടന ഉണ്ടോ എന്നറിയത്തില്ല, വേറെ ആരെങ്കിലും തുടങ്ങുമെന്ന് അറിയത്തില്ല. പക്ഷെ നമുക്ക് ശ്രമിക്കാം. അങ്ങനെ ഒരു സംഘടന ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമുക്കും കൂടായികയില്ല എന്ന് ചിന്തിക്കാം. തോമസ് പോൾ ബ്രദറിനും നന്ദി പറയുന്നു. ഈ ധ്യാനത്തിൽ വരാനിടയായതിനും യാഹ്വയുടെ സകലവിധ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥന നടത്താം എന്നും പ്രാർത്ഥിച്ചുകൊണ്ടും, കൗൺസിലിംഗ് വേണമെങ്കിൽ കർത്താവ് ഏത് വഴിക്കാണ് നയിക്കുന്നത് അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ബ്രദർ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. Okay, so we stop here, or anybody else? Last chance. വരൂ. ചിലർ ഇത് കണ്ടിട്ട് പറയാറുണ്ട്, ബ്രദർ ഒരാൾ കൂടി ചാൻസ് തന്നില്ലല്ലോ എന്ന്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. യു ഷുഡ് നോട്ട് മിസ് ഇറ്റ്. ഇതൊരു ഭയങ്കര ഗോൾഡൻ ചാൻസ് ആണ്. ഇവിടെ വന്ന് 2 വാക്ക് പറഞ്ഞാൽ ജീവിതകാലത്തേക്ക് നിങ്ങളുടെ ഭയം മാറും. ഇനി ഏത് സ്റ്റേജിലും പോയി പറയണതിന് പേടിയുണ്ടാവില്ല. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആ ബ്രദർ പറഞ്ഞ കുർബാനയുടെ എക്സ്പ്ലനേഷൻ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. ഒരിക്കലും ഇത്രയും ഒരു അർത്ഥം ഒരിക്കലും കുർബാനയുടെ മനസ്സിലായിട്ടില്ലായിരുന്നു. ഇന്ന് എനിക്ക് വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ടു. അതുകൊണ്ട് ഇനിയും കുർബാന ഇത്രയും സന്തോഷമായിട്ടും ഇഷ്ടത്തോടെയും കൂടാമെന്നാണ്. മിക്കവാറും എപ്പോഴും പല വിചാരമായിരിക്കും. പക്ഷെ ഇനിയും നല്ല കോൺസെൻട്രേറ്റ് ചെയ്ത് ആ കുർബാനയിൽ സംബന്ധിക്കാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ധ്യാനം കൂടാൻ വന്നതിന് ദൈവത്തിന് എപ്പോഴും നന്ദി പറയുന്നു. എനിക്കിത് വളരെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബ്രദറിൻ്റെ യൂട്യൂബ് വഴി കേട്ടാണ് ഒരുപാട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്നും എല്ലാം പഠിച്ചു. ഒരുപാട് വചനങ്ങൾ പഠിച്ചു കഴിഞ്ഞപ്പം ഈ ബൈബിളിലുള്ള വചനങ്ങൾക്കെല്ലാം ജീവനുണ്ടെന്ന് ആദ്യമായിട്ട് പഠിച്ചു. സോ അതുകൊണ്ട് വചനങ്ങളിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എല്ലാം ഞാൻ പഠിച്ചു. അതുകൊണ്ട് എല്ലാത്തിനും നന്ദി പറയുന്നു. ബ്രദറിനെ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. എന്നും ഓർത്തിരിക്കും. എന്നും ഈ യൂട്യൂബിൽ കേട്ടോണ്ടിരിക്കുകയാണ് ഞാൻ. നന്ദി. താങ്ക് യു. അപ്പോൾ യൂട്യൂബിൽ കേൾക്കണ എങ്ങനെയെന്ന് ഒന്നുകൂടി ഞാൻ പറയാം. തോമസ് പോൾ കൊടി KODIYAN കൊടിയൻ KODIYAN കുടിയൻ എന്നോർത്താലും മതി, എന്നിട്ട് കൊടിയൻ ആക്കിയാൽ മതി. കിട്ടുന്നുണ്ട്. എന്നാലും നമ്മൾ ചെയ്യേണ്ടത്, യു ഷുഡ് ഗോ ടു ദിസ് ചാനൽ. ഈ ചാനലിൽ പോയിട്ട് ഇപ്പം ചുമ്മാ തോമസ് പോൾ എന്ന് അടിച്ചാൽ 10,000-ഓളം വീഡിയോ കാണും. പക്ഷെ ഡോണ്ട് ഗോ ദെയർ. അതിൽ അതെ മുഖം കാണാം. അപ്പം അതിൽ തോമസ് പോൾ കൊടിയൻ അടിച്ചാൽ യു വിൽ സീ എ പാസ്പോർട്ട് ഫോട്ടോ മാതിരി ഒരു ചാനൽ കാണും. ആ ചാനലിൽ പോയിട്ട് യു ക്യാൻ സബ്സ്ക്രൈബ് ഇറ്റ്. ദാറ്റ് ഈസ് വെരി ഗുഡ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ യു ഗെറ്റ് ആൻ ഇൻറ്റിമേഷൻ. ഐ സപ്പോസ് ചാനലിൽ പോയിട്ട് വീണ്ടും കുറേ വീഡിയോ കാണും. അവിടെയും വീഡിയോയിൽ കയറരുത്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ പ്ലേ ലിസ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ പ്ലേ ലിസ്റ്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ശരിക്കും ഓരോ ധ്യാനത്തിൻ്റെയും പ്ലേലിസ്റ്റിലേക്ക് കയറാൻ പറ്റും. ദർ ആർ സോ മെനി റിട്രീറ്റ്സ്. ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഇംഗ്ലീഷിലുള്ളതുണ്ട്, ജർമ്മൻ ടു ഇംഗ്ലീഷ് ഉണ്ട്, അല്ലെങ്കിൽ ഇംഗ്ലീഷ് ടു ജർമ്മൻ ഉണ്ട്, ജർമ്മൻ ടു ഫ്രഞ്ച് ഉണ്ട്, അങ്ങനെ ഒരുപാട് ധ്യാനങ്ങളുണ്ട്. ഹിന്ദി ധ്യാനമുണ്ട്. മലയാളം ധ്യാനത്തിൽ ആണ് നിങ്ങൾക്ക് മലയാളം ധ്യാനത്തിൽ തന്നെ ഒരു ഐ വുഡ് റെക്കമെൻഡ് 9 days റിട്രീറ്റ് ഒരെണ്ണമുണ്ട്. ഇൻറ്റിമസി എന്നാണ് അതിൻ്റെ പേര്, റിട്രീറ്റിൻ്റെ പേര്. ഇൻറ്റിമസി പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് റിട്രീറ്റ് എന്നാണ് അതിൻ്റെ പേര്. അത് വളരെ നല്ല കുറേ നീണ്ട് വളരെ വിശദീകരിച്ച് സാവധാനം ഒരു ചാറ്റൽ മഴ മാതിരിയാണ് അത് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ വലിയ മഴയിലേക്ക് കയറുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്
അതിനകത്ത് ഇവിടെ ഇതുവരെ പറയാത്ത ഒരു കാര്യമാണ് സങ്കീർത്തനങ്ങളെക്കുറിച്ച്. ഇപ്പം നമ്മുടെ വേറൊരു കാര്യം ഇതാണ്, ഈ സങ്കീർത്തനങ്ങളിലാണ് വാസ്തവത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെയും യേശുവിനെ കുറിച്ചുള്ള വളരെ നിഗൂഢമായ കാര്യങ്ങൾ കിടക്കുന്നു. അതിപ്പോൾ അതിനകത്ത് കേൾക്കണം നിങ്ങളത്. അങ്ങനെ സങ്കീർത്തനങ്ങൾ പഠിക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. ഞാൻ പറ്റുകയാണെങ്കിൽ 2-3 ലൈൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം, ഒരു ടേസ്റ്റ് കിട്ടാൻ. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് ഒരുപക്ഷെ ഒരിക്കലും 50 ദിവസം ധ്യാനം കൂടാനൊന്നും സാധിക്കില്ല. കാരണം നമ്മളാകെ ലീവ് കിട്ടുന്നത് ഒരു മാസമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാവുന്നത്, യു മേക്ക് എ ഹാബിറ്റ് ഓഫ് ലിസണിങ്. ഒരു ദിവസം ഒരു എപ്പിസോഡെങ്കിലും കേൾക്കാൻ ഇങ്ങനെ ശ്രമിക്കുക. അങ്ങനെ സാവധാനം അത് നിങ്ങൾക്ക് നല്ലൊരു ലഹരിയായിട്ട് മാറും. അപ്പോൾ ഒഴിവുള്ള സമയത്തൊക്കെ വേറെ നമ്മുടെ സമയം നഷ്ടപ്പെടുത്താതെ ഓടി വന്ന് ഈ സംവിധാനങ്ങളെല്ലാം വീട്ടിലുണ്ട്, എവിടെ പോയാലുണ്ട്. അപ്പോൾ ആ എപ്പിസോഡിൻ്റെ കണ്ടിന്യൂവേഷൻ നിങ്ങൾക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾക്ക് അതിൽ വളരാൻ പറ്റും. ഇത് വളരുന്നതിൻ്റെ പ്രത്യേകിച്ച് കുടുംബസ്ഥനായ നിങ്ങളോട്, ഒരു കുടുംബസ്ഥനായ ഞാൻ പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മാതാപിതാക്കളായ നമ്മൾ ദൈവത്തിൻ്റെ വലിയ സുഹൃത്തുക്കളാണ്. ദൈവത്തിൻ്റെ സുഹൃത്തുക്കൾ എന്ന് മാത്രമല്ല, ദൈവം നമ്മളിലൂടെയാണ് ദൈവത്തിന് മക്കളെ സൃഷ്ടിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നമ്മളെ അത്രയ്ക്ക് ദൈവം ആവശ്യമുണ്ട്. മാത്രമല്ല, നമ്മളെ അങ്ങ് സൃഷ്ടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ അങ്ങ് വിട്ടേക്കല്ല. ആ ദൈവം നമ്മുടെ മക്കൾക്ക് ആവശ്യമായ എല്ലാം നമ്മളിലൂടെ തന്നെ നൽകും. സോ ഐ സ്റ്റാർട്ട് ദ റിട്രീറ്റ് നൗ. ഏശയ്യ 59:21 വളരെ നിർണായകമായ ഒരു കാര്യമാണ് അവിടെ. ഈ ഏശയ്യയുടെ പുസ്തകത്തിൽ തന്നെ ഒരു ചെറിയ ഐഡിയ പറയാണ്. ഏശയ്യയുടെ പുസ്തകത്തിൽ ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വായിക്കാൻ പോകുന്നത്, ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ഏശയ്യ 53 വായിക്കാൻ പോകുന്നത്. ഏശയ്യ 53 എന്ന് പറയുന്നത് കർത്താവിൻ്റെ ദാസൻ യേശുവിൻ്റെ പീഠാനുഭവത്തിൻ്റെ രഹസ്യങ്ങളാണ്. എക്സാക്റ്റ് ആ 53 എഴുതിയിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനുശേഷം 725-35 വർഷത്തിന് ശേഷം യേശു അനുഭവിച്ച ഓരോ സംഭവങ്ങളും. അതുകൊണ്ടാണ് യേശു എപ്പോഴും പറയാനുള്ള, എന്നെക്കുറിച്ച് പ്രവാചക ഗ്രന്ഥങ്ങളിലും സങ്കീർത്തനങ്ങളിലും എഴുതിയിരിക്കുന്നത് പൂർത്തിയാകണ്ടേ എന്നുള്ളത്. അപ്പം അങ്ങനെ നിങ്ങൾക്ക്, അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും എഴുതിയിരിക്കുന്ന ഒരൊറ്റ വചനത്തെ എടുത്തുകൊണ്ടല്ല മുന്നേറേണ്ടത്. അതിൻ്റെ ഓറിയൻറ്റേഷൻ മനസ്സിലാക്കുമ്പോൾ 53 പീഡാനുഭവം കഴിഞ്ഞാൽ പിന്നെ 54-55 എന്തായിരിക്കും? ഉയർപ്പ്, പിന്നെ പുതിയ പന്തക്കൊസ്ത, പിന്നെ സ്വർഗരാജ്യത്തിൻ്റെ പുതിയ ജെറുസലേം വരെയുള്ള കാര്യങ്ങളാണ് അതിനുശേഷം പറഞ്ഞിരിക്കുന്നത്. ആ പശ്ചാത്തലത്തിലാണ് ഏശയ്യ 59 വായിക്കേണ്ടത്. മനസ്സിലായോ? അപ്പോൾ അവിടെയെല്ലാം ഒരൊറ്റ വചനം നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ 59 പറഞ്ഞിരിക്കുന്നുണ്ട്, എന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധം, നിന്നെ രക്ഷിക്കാൻ പറ്റാത്ത വിധം എൻ്റെ കരം കുറുകിപ്പോയിട്ടില്ല, നിന്റെ പാപങ്ങളാണ് എന്നെ. ആ ഒറ്റ വചനം എടുത്തുകൊണ്ട് നമ്മളെ പേടിപ്പിച്ചണ മാതിരിയാണ് പലരും സംസാരിക്കുന്നത്. കണ്ടോ, കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, നിന്റെ പാപങ്ങൾ എന്നെ നിന്നിൽ നിന്ന് അകറ്റിയിരിക്കുന്നു. പക്ഷെ അതിൻ്റെ താഴെ പറഞ്ഞിരിക്കുന്നത് എല്ലാം എന്താ? എന്നാൽ ഞാൻ വന്നിരിക്കുന്നത് നിന്നെ രക്ഷിക്കാനാണ്. ആ രക്ഷയുടെ കാര്യങ്ങളാണ് മുഴുവനും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നത് വലിയൊരു രഹസ്യമാണ്. ഇത് കുടുംബത്തിൻ്റെ കാര്യമാണ്. കുടുംബത്തിലൂടെയാണല്ലോ ദൈവം പ്രൊക്രിയേഷൻ നടത്തുന്നത്. അപ്പോൾ പ്രൊക്രിയേഷൻ ഒരു ബയോളജിക്കൽ കാര്യം മാത്രമല്ല, അതൊരു ദൈവമക്കളിലേക്ക് ദൈവരാജ്യത്തിൻ്റെ കാര്യമായിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുതിയ ജെറുസലേം പണിതുയർത്തുക എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാ ജാതി മതസ്ഥരും യേശുവിനെ നാഥനും രക്ഷകനുമായി സ്വീകരിക്കുന്ന ഒരു കാലം വരും. നിങ്ങൾ വിശ്വസിക്കുന്നോ? അത് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? ഇതാണ് നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസം. മനസ്സിലായോ? ഞാൻ പെട്ടെന്ന് ഓർക്കുകയാണ്, പണ്ട് വാജ്പേയി പറയുകയെ, പ്രൈം മിനിസ്റ്റർ ആയിരുന്നു വാജ്പേയി പറയും, വാജ്പേയിയുടെ ബർത്ത്ഡേ
ഡിസംബർ 25th ഇല്ല 25th. അപ്പൊ കാരണം അപ്പോ he said that is also my birthday. Christ's birthday is my birthday. അപ്പൊ അങ്ങനെ ഡൽഹിയിൽ ഒരിക്കൽ ഒരു കോൺഫറൻസിൽ ഡിസംബർ 25th ബിഷപ്പ്മാരൊക്കെ ഉള്ള ഒരു കോൺഫറൻസിൽ വാജ്പേയിനെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വിളിച്ചു, ആൾസോ ടു സെലിബ്രേറ്റ് ഹിസ് ബർത്ത്ഡേ. അന്ന് പുള്ളി പറയാണ്, ഡോണ്ട് തിങ്ക് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൺലി ഫോർ യു. കണ്ടോ, ഏത് വാജ്പേയി പറയാണ്, ഡോണ്ട് തിങ്ക് ജീസസ് ക്രൈസ്റ്റ് ഈസ് ഓൺലി ഫോർ യു, ഹി ഈസ് ഫോർ ദ ഹോൾ ഹ്യൂമാനിറ്റി. ഈ പരിശുദ്ധാത്മാവ് തന്നെയാണ് അവരുടെ വായിൽ കൂടി ഇത് പറയുന്നത്. കയ്യഫാസിന്റെ വായിൽ കൂടി പറഞ്ഞില്ലേ, ഒരുവൻ മരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞത് ഒരു പ്രവചനമായിട്ടാണ്. അപ്പോൾ ഒരുപാട് നിരീശ്വരവാദികളുടെ തന്നെ ഉള്ളിൽ ഈ ആശയമുണ്ട്. കാരണം അത് സത്യമാണത്, സത്യം. ഓക്കെ, എനിക്കിത് വിശദീകരിക്കാൻ സമയമില്ല. ഈ ഒരു വചനമാണ് നമ്മുടെ കുടുംബത്തിനെ സഹായിക്കേണ്ട ഒരു കാര്യം. ഇവിടെ അടുത്ത് ഇവിടെ ഇതിപ്പോൾ എവിടെയത്, ഒക്ലഹോമ, ന്യൂയോർക്ക് ഭാഗത്ത് മറ്റോടത്തോളം ഒരു സഹോദരി, നമ്മളുടെ ഒരു ചേച്ചി പറയണം, എൻ്റെ ബ്രദറെ, എൻ്റെ 2 പെമ്മക്കളും നിരീശ്വരവാദികളാണ്. എല്ലാ ദിവസവും വൈകുന്നേരം ഞങ്ങൾ തമ്മിൽ ഈ കാര്യത്തെക്കുറിച്ച് തർക്കമായി. ഞാൻ അവർക്ക് ഭക്ഷണമൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കൊടുത്ത് വിളമ്പി കൊടുത്ത് അവസാനം ചെന്ന് പെടുന്നത് കർത്താവിൻ്റെ കാര്യം പറയുമ്പോഴേക്കും അവർ തർക്കിച്ച് ഭയങ്കര ബഹളമാകും. അങ്ങനെ അവസാനം ഞാൻ അവരോട് പറയും, ദേ എടി മക്കളെ, നിങ്ങൾ എൻ്റെ ബ്ലഡാണ്, മനസ്സിലായിട്ടുണ്ടോ? നിങ്ങൾ എവിടെ പോകാനാണ്? ഞാനീ പ്രാർത്ഥിക്കണത് കല്ലിനോടും മരത്തിനോടൊന്നും അല്ല, ജീവിക്കുന്ന ദൈവത്തിനോടാണ്. അതുകൊണ്ടൊക്കെ നിങ്ങൾ കണ്ടോടി, എൻ്റെ ജീവിതത്തിൽ തന്നെ നിങ്ങളൊക്കെ വിശ്വാസത്തിൽ വരുന്നത് നിങ്ങൾ കാണും.